വർഷം 1683. ഇന്നത്തെ തിരൂരിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് സ്ഥലം. ആ കാലഘട്ടത്തിൽ ആ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് വള്ളുവനാട് എന്ന പേരിലുമാണ്. ആ വള്ളുവനാട്ടിലെ വട്ടമണ്ണ വീട്, ആ വട്ടമണ്ണ വീടിൻ്റെ ഉള്ളിൽ വട്ടമണ്ണ കണ്ടർ മേനോൻ നല്ല ഉറക്കത്തിലാണ്. നേരം വെളുക്കാൻ ഇനിയും അധികം സമയമില്ല. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ തൊട്ടരികിൽ രക്തം പുരണ്ട ഒരു വാള് പ്രത്യക്ഷപ്പെട്ടു. ആ വാള് ഏന്തി നിൽക്കുന്ന രൂപത്തെ കണ്ടർ മേനോൻ കണ്ടു. അതൊരു സ്വപ്നമോ സാക്ഷാൽ തിരുമാന്താം കുന്നിലമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ ആണ്. അടുത്ത മാമാങ്കത്തിൽ നീ ചാവേറാകണം. അത് കേട്ടതും കണ്ടർ മേനോൻ ചാടി എഴുന്നേറ്റു. ചുറ്റുപാടും നോക്കി. ചുറ്റുപാട് മുഴുവനും ഇരുട്ട് മാത്രമേ ഉള്ളൂ. അവിടെ തിരുമാന്താം കുന്നിൽ അമ്മയില്ല. പക്ഷേ പിന്നീടുള്ള സമയങ്ങളിൽ അയാൾക്ക് ഉറങ്ങാൻ സാധിക്കുമായിരുന്നില്ല. അവിടെ നിന്നും എഴുന്നേറ്റ് കിഴക്കേ മുറ്റത്ത് ആ ഉമ്മറപ്പടിയിൽ അയാൾ പോയിരുന്നു. തൻ്റെ മകൻ എന്തുകൊണ്ടാണ് ഇത്രയും നേരത്തെ എഴുന്നേറ്റതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഒരു ചെറിയ വിളക്കും കത്തിച്ചുകൊണ്ട് കണ്ടർ മേനോൻ്റെ സ്വന്തം അമ്മ ഉമ്മറത്തേക്ക് വരികയാണ്. ഉമ്മറത്ത് കണ്ടർ മേനോൻ്റെ തൊട്ടരികിൽ വന്നിരുന്നു. കണ്ടർ മേനോൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഭീതി കാണാൻ സാധിക്കുമായിരുന്നു. അയാൾ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം തണുപ്പുള്ള ഒരു വെളുപ്പാങ്കാലമാണ്. ഇപ്പോഴും തൻ്റെ മകൻ വിയർത്തൊലിക്കുന്നു. ആ അമ്മ കാര്യം തിരക്കി. നീ എന്താണ് ഇത്രയും നേരത്തെ എഴുന്നേറ്റത്? ഇടറുന്ന ശബ്ദത്തോടുകൂടി കണ്ടർ മേനോൻ അതിൻ്റെ മറുപടി നൽകി. തിരുമാന്താംകുന്നിൽ അമ്മ ചതിച്ചിരിക്കുന്നു. അടുത്ത മാമാങ്കത്തിൽ ഞാൻ ചാവേറാകണം. ഭൂമി രണ്ടായിട്ട് പിളർന്നു മാറുന്നതായിട്ടാണ് ആ പെറ്റമ്മയ്ക്ക് തോന്നിയത്. ദേഷ്യം കൊണ്ട് കയ്യിലുണ്ടായിരുന്ന വിളക്ക് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് ഒരു പൊട്ടിക്കരച്ചിലാണ് കണ്ടർ മേനോന് കേൾക്കാൻ സാധിച്ചത്. അമ്മ തകർന്നിരിക്കുന്നു. അമ്മയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. 5-6 പെറ്റ ആ അമ്മയ്ക്ക് ഒരൊറ്റ മകൻ മാത്രമേ ഉള്ളൂ. അത് കണ്ടർ മേനോനാണ്. കണ്ടർ മേനോൻ്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. അമ്മയെ സ്വാന്തനപ്പെടുത്താൻ വേണ്ടി ഒരു പാഴ്ശ്രമം മകൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അമ്മ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അമ്മയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ലഭ്യമാകും. തിരുനെല്ലിയിൽ പോയി ഇരിക്കപ്പണ്ടം വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ മാമാങ്കത്തിന് പോവുകയുള്ളൂ. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള റിസർച്ചുകൾ നടത്തിയപ്പോഴാണ് ശരിക്കുമുള്ള മാമാങ്കത്തിൻ്റെ ആഴം എത്രമാത്രമാണെന്ന് എനിക്ക് ബോധ്യമായത്. ഒരു ബോളിവുഡ് സിനിമയല്ല, ഒരു ഹോളിവുഡ് സിനിമ നിർമ്മിക്കാനുള്ള കഥ അല്ലെങ്കിൽ ചരിത്രം മാമാങ്കത്തിലുണ്ട്. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്ന റെഫറൻസ് വി ഹരിദാസിൻ്റെ മാമാങ്കം എന്ന പുസ്തകമാണ്. അതിനു പുറമെ ഇലംകുളം കുഞ്ഞൻ പിള്ളയുടെ സ്റ്റഡീസ് ഇൻ കേരള ഹിസ്റ്ററി എന്ന പുസ്തകവും MGS നാരായണൻ്റെ കാലിക്കറ്റ് ദ സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റഡ് എന്ന പുസ്തകവുമാണ്. ഇവയ്ക്ക് പുറമെ ഞാൻ ചില പ്രബന്ധങ്ങൾ കൂടി റെഫർ ചെയ്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള മാമാങ്കത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്നതിന് മുൻപ് നിങ്ങൾ എനിക്കൊരു 30 സെക്കൻഡ് സമയം തരണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി 100 ഇരട്ടിയായിട്ട് വികസിപ്പിച്ചെടുക്കണോ? നിങ്ങളുടെ IQ ലെവൽ ഉയർത്തിക്കൊണ്ടുവരണോ? ഒരു വലിയ പുസ്തകത്തിലുള്ള കോണ്ടൻറ്റ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കണോ? 20 അക്കമോ അല്ലെങ്കിൽ 40 അക്കമോ ഒക്കെ ദൈർഘ്യമുള്ള വലിയ സംഖ്യകൾ വളരെ അനായാസമായിട്ട് ഓർത്തു വയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമോ? ഒരു പുതിയ ഭാഷ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണോ? വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെമ്മറി ട്രിക്കുകളും മറ്റ് പല ബുക്കുകൾ റെഫർ ചെയ്തുണ്ടാക്കിയെടുത്ത മെമ്മറി ട്രിക്കുകളും കൂട്ടിച്ചേർത്ത് 25 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. പക്ഷേ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ചാവേറുകളുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാനാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ അത് പറയുന്നതിന് മുൻപ് മാമാങ്കത്തിൻ്റെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില ഫാക്റ്റുകളും മിത്തുകളും എനിക്ക് പറയാനുണ്ട്. അത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും ചാവേറുകളുടെ ചരിത്രം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. മാമാങ്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര രേഖകൾ വളരെ കുറവാണ്. ഉള്ള രേഖകൾ തന്നെ പല ഭാഗങ്ങളിലായിട്ട് ചിന്നിച്ചിതറി കിടക്കുകയാണ്. അവയെല്ലാം ഒന്നിപ്പിച്ച് ഒരു കഥയുടെ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യം നടപ്പിലാക്കാനുള്ള ഒരു ചെറിയ പരിശ്രമമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ
കാണാൻ സാധിക്കുന്നത്. ചില ചരിത്രകാരന്മാർ പറയുന്നത് മാമാങ്കം ശരിക്കും ബൗദ്ധന്മാരുടെ തീർത്ഥസ്നാനമായിരുന്നു എന്നാണ്. പിന്നീട് അത് പരിണമിച്ചാണ് മാമാങ്കമായി മാറിയത്. ഇതേ ബൗദ്ധന്മാരുടെ തീർത്ഥസ്നാനങ്ങൾ തന്നെയാണ് കുംഭമേളയുടെ അടിസ്ഥാനം. എൻ.എം. നമ്പൂതിരി പറയുന്നത് ഇതൊരു വ്യാപാര ഉത്സവമായിരുന്നു എന്നാണ്. അതേസമയം കോഴിക്കോടൻ ഗ്രന്ഥവരിയിൽ പരാമർശിക്കുന്നത് ഇത് രാഷ്ട്രീയ ഉത്സവമാണെന്നാണ്. മിക്കവാറും ബൗദ്ധന്മാരുടെ ഒരു കുംഭമേളയായിട്ട് തന്നെ ആയിരിക്കണം ഇത് ആരംഭിച്ചിട്ടുണ്ടാവുക. പിന്നീട് പല പല ഫാക്ടേഴ്സ് കൂടിച്ചേർന്ന് പല ഉത്സവങ്ങൾ കൂടിച്ചേർന്ന് ഒരു മഹാ ഉത്സവമായിട്ട് പരിണമിച്ചിട്ടുണ്ടായിരിക്കണം. ആദ്യത്തെ മാമാങ്കത്തെക്കുറിച്ച് പറയണമെങ്കിൽ അത് ശരിക്കും ചരിത്രരേഖകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പറയാൻ സാധിക്കില്ല. കുറച്ച് മിത്തുകളും ചില പഴംപാട്ടുകളുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ ആ കാര്യം അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയ ലഹളയെക്കുറിച്ച് പറയേണ്ടി വരും. 4 ഗ്രാമങ്ങൾ സൃഷ്ടിച്ച ഒരു വലിയ ലഹള. ആ കാലഘട്ടത്തിൽ 1-ാം ചേര ഡൈനാസ്റ്റി ഇല്ലാതെയായിട്ടുണ്ടായിരുന്നു. 2-ാം ചേര ഡൈനാസ്റ്റി ഉണ്ടായിട്ടുമില്ല. ഏകദേശം 1300 വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടം. ഭാരതപ്പുഴ ഒഴുകുന്ന തിരുനാവായ എന്ന പ്രദേശം, ആ പ്രദേശത്ത് 4 ഗ്രാമങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു രീതിയിലുള്ള രാജ്യഭരണങ്ങളുമില്ല. കേരളം തന്നെ പല പല ഗ്രാമങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ 4 ഗ്രാമങ്ങൾക്കും ഓരോ തലവന്മാരുണ്ട്. രക്ഷാപുരുഷൻ എന്ന പേരിലാണ് ഓരോ തലവന്മാരും അറിയപ്പെടുന്നത്. ആ രക്ഷാപുരുഷനാണ് ആ ഗ്രാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല കാര്യങ്ങളും നോക്കി നടപ്പിലാക്കുന്നത്. നമുക്ക് ഒരു ഗോത്ര തലവനെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ അതിൽ പലർക്കും എതിർപ്പുമുണ്ടാകും. ഈ 4 ഗ്രാമങ്ങൾ തമ്മിൽ പരസ്പരം വഴക്കാണ്. കൂടുതൽ പ്രദേശം തങ്ങളുടേതാക്കി മാറ്റാൻ വേണ്ടിയുള്ള വഴക്കാണ് അവിടെ നടക്കുന്നത്. ആ വഴക്കുകൾ പലപ്പോഴും യുദ്ധങ്ങളായിട്ട് മാറുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള യുദ്ധമൊന്നുമല്ല അവിടെ അരങ്ങേറുന്നത്. ഇടവിട്ടുള്ള യുദ്ധങ്ങളാണ്. അതും കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള യുദ്ധം. കളരി തന്നെയാണ് അവരവിടെ പയറ്റുന്നത്. നിശ്ചിത വർഷങ്ങൾ കൂടുന്തോറും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ യുദ്ധം പിന്നീട് 12 വർഷം കൂടുമ്പോൾ ആവർത്തിക്കുന്ന മാമാങ്കമായി എന്ന് പറയപ്പെടുന്ന ഒരു മിത്തുണ്ട്. ഈ മിത്തിനെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടായിരിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച കേരള ഐതിഹ്യമാലയിലാണ്. ആദ്യത്തെ മാമാങ്കം സംഭവിച്ചത് 3-ാം നൂറ്റാണ്ടിലാണെന്ന് പറയുന്നു. 5-ാം നൂറ്റാണ്ടിലാണെന്നും 6-ാം നൂറ്റാണ്ടിലാണെന്നും 7-ാം നൂറ്റാണ്ടിലാണെന്നും പറയുന്നവരുണ്ട്. എന്നാൽ ഇത് അവസാനിച്ചിരിക്കുന്നത് 1755-ലാണ്. തിരുനാവായയിൽ മാമാങ്കം മാത്രമായിരുന്നില്ല അരങ്ങേറിയിരുന്നത്. അതിനു പുറമെ ഒരു മിനി മാമാങ്കം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന തൈപ്പൂയവും ഉണ്ടായിരുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വ്യാപാരം നടന്നിരുന്നു. ആ വ്യാപാരത്തിൻ്റെ ഭാഗമായിട്ട് കരം പിരിച്ചെടുക്കാൻ പോലും സാധിച്ചിരുന്നു. ആ പ്രദേശത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളാണ് മാമാങ്കവും തൈപ്പൂയവും സൃഷ്ടിച്ചത്. ആദ്യ ഘട്ടങ്ങളിൽ ഈ പ്രദേശം വള്ളുവനാടിൻ്റെ ഭാഗമായിരുന്നു. വള്ളുവനാട് കോനാതിരിയായിരുന്നു മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷൻ. എന്നാൽ പിന്നീട് സാമൂതിരി ഈ പ്രദേശം കീഴടക്കുകയും അദ്ദേഹം മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായി മാറുകയും ചെയ്തു. അദ്ദേഹം എങ്ങനെയാണ് രക്ഷാപുരുഷനായെന്ന് പറയുന്ന ഒരു മിത്ത് കേരള ഐതിഹ്യമാലയിൽ തന്നെ ഉണ്ട്. അതിപ്രകാരമാണ്. സാമൂതിരിക്ക് ഒരുപാട് മുസ്ലിം സൗഹൃദമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിക്കാരായിട്ട് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പൊസിഷൻ അലങ്കരിച്ചിരുന്ന മുസ്ലിംസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പോർട്ടുകളൊക്കെ തന്നെയും നോക്കിയിരുന്നത് കോയ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന മുസ്ലിംസാണ്. ആ കൂട്ടത്തിൽ ഒരു കോയ ഒരിക്കൽ ഒരു മാമാങ്കം കാണാൻ പോയി. കണ്ടു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ സാമൂതിരിയെ വന്ന് കണ്ടു. സാമൂതിരിയോട് കോയ കൈ നിട്ടും അല്ലാതെയും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മാമാങ്കത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ സാമൂതിരിക്ക് ആ മാമാങ്കം നടത്തുന്ന ഒരു രക്ഷാപുരുഷനായിട്ട് മാറണമെന്നുള്ള ആഗ്രഹമുണ്ടായി. സാമൂതിരി അത് തുറന്നു പറയുന്നില്ല. പക്ഷേ സാമൂതിരിയുടെ മുഖത്ത് അത് വ്യക്തമായിരുന്നു. അത് കണ്ട് മനസ്സിലാക്കിയ കോയ സാമൂതിരിയോട് അടുത്ത മാമാങ്കത്തിലെ രക്ഷാപുരുഷനായി മാറാൻ പറഞ്ഞു. പക്ഷേ അത് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അതല്പം പ്രയാസമാണ്, ആ പ്രദേശം കീഴടക്കണം, എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ലെന്നാണ് സാമൂതിരി പറയുന്നത്. കോയ അതുകൊണ്ടൊന്നും വിട്ടുകൊടുത്തില്ല. മാമാങ്കത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. രക്ഷാപുരുഷൻ്റെ അധികാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് എത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു പൊസിഷനാണെന്ന് പറഞ്ഞു കൊടുത്തു. സാമൂതിരി ഒടുവിൽ സമ്മതിച്ചു, അടുത്ത രക്ഷാപുരുഷൻ എനിക്കാകണം. പക്ഷേ
തീർച്ചയായിട്ടും നിൻ്റെ സഹായം എനിക്കൊപ്പം ഉണ്ടായിരിക്കണം. നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ രക്ഷാപുരുഷനാകുമ്പോൾ എൻ്റെ വലതുവശത്ത് നീ ഉണ്ടായിരിക്കും. പിന്നീട് നടന്നത് വലിയൊരു യുദ്ധമാണ്. സാമൂതിരി കരയിലൂടെ ആക്രമിക്കുമ്പോൾ കോയ കടൽ മാർഗത്തിലൂടെ ആക്രമിച്ചു. 2 ആക്രമണവും കൂടി ചേർന്നപ്പോൾ വള്ളുവനാടിൻ്റെ ആ പ്രദേശങ്ങൾ സാമൂതിരിയുടെ കീഴിലായി. ഇത് മിത്താണ്. ചരിത്രം അല്പം വ്യത്യസ്തമാണ്. ചരിത്രം പറയണമെങ്കിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണം. സാമൂതിരിയുടെ ആ പ്രദേശങ്ങൾ മുഴുവനും കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള ആഗ്രഹത്തെക്കുറിച്ചുള്ള ചരിത്രം, ആ ചരിത്രത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് ആ യഥാർത്ഥ ചരിത്രങ്ങൾ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, പരിശോധിക്കുക. വള്ളുവനാട് കോനാതിരി ആ പ്രദേശം തിരിച്ചു പിടിക്കാനായിട്ട് പിന്നീട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ യുദ്ധങ്ങളിലൊക്കെ കോനാതിരി പരാജയപ്പെടുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ചാവേറുകളെ ഉപയോഗിച്ച് ആ പ്രദേശം തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓരോ തവണയും മാമാങ്കം അരങ്ങേറുമ്പോൾ അദ്ദേഹം വ്യത്യസ്തരായിട്ടുള്ള ചാവേർ പടകളെ അവിടേക്ക് അയച്ചു. അവരെല്ലാവരും മരണമടഞ്ഞു. അത്തരത്തിൽപ്പെട്ട ഒരു ചാവേറാണ് കണ്ടർ മേനോൻ, അല്ലെങ്കിൽ വട്ടമണ്ണ കണ്ടർ മേനോൻ. കണ്ടർ എന്ന് പറയുന്നത് മലബാർ മേഖലയിലെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയുടെ നേതാവാണ് വട്ടമണ്ണ കണ്ടർ മേനോൻ. വട്ടമണ്ണ അദ്ദേഹത്തിൻ്റെ കുടുംബ പേരാണ്. വട്ടമണ്ണ കണ്ടർ മേനോൻ്റെ വീരഗാഥകളെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ് കണ്ടർ മേനോൻ പാട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശം കോഴിക്കോടൻ ഗ്രന്ഥവരിയിലും പുള്ളുവ പാട്ടുകളിലുമുണ്ട്. വള്ളുവനാട്ടിലെ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ് ചെറുകര പിഷാരടിമാർ. അവരുടെ കണക്കെഴുത്തുകാരാണ് വട്ടമണ്ണയിലെ ആണുങ്ങൾ. ചരിത്ര രേഖകളിൽ വള്ളുവനാട്ടിൽ 4 ചാവേർ തറവാടുകൾ ഉള്ളതായിട്ടാണ് പരാമർശിക്കുന്നത്. പക്ഷേ ആ 4 ചാവേർ തറവാടുകളിൽ ഈ വട്ടമണ്ണ എന്ന തറവാടില്ല. അതും 4 പണിക്കർ തറവാടുകളാണ്. ഈ 4 തറവാടുകളിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ ആൺകുഞ്ഞിനെ ചാവേർ തറയിൽ കൊണ്ടുപോയി സമർപ്പിക്കും. പിന്നീടുള്ള കാലങ്ങളിൽ ആ കുഞ്ഞ് ഒരു ചാവേറാകാനുള്ള പരിശീലനത്തിലായിരിക്കും. കളരിപ്പയറ്റിൽ അഗ്രഗണ്യനായിട്ട് മാറും. ചാവേറാകുന്ന ദിവസം എത്തിച്ചേരുമ്പോൾ തിരുമാന്താംകുന്ന് നിന്ന് ഇറങ്ങി പടിഞ്ഞാറോട്ട് നടന്ന് പുതുമന പണിക്കരുടെ വടക്കിനി തളത്തിൽ പോയിരിക്കും. ആ വീട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീയാണ് പുതുമന അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ അമ്മ ആ വ്യക്തിക്ക് വായിൽ ഒരു ഉരുള ചോറ് വെച്ച് കൊടുക്കും. അതായിരിക്കും ചാവേറിൻ്റെ അവസാനത്തെ ഭക്ഷണം. അതിനുശേഷം അയാൾ ചാവേർ കളത്തിലേക്ക് പോവുകയാണ്, മാമാങ്കത്തിൽ പങ്കെടുക്കുകയാണ്. പിന്നീട് ആരും അയാളെ കാണുകയില്ല. മരിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. കണ്ടർ മേനോൻ പാട്ടുകളെ എഡിറ്റ് ചെയ്ത് ജി ശങ്കരക്കുറുപ്പ് കണ്ടർ മേനോൻ്റെ ചരിത്രം ഒരു കഥയുടെ രൂപത്തിൽ ആക്കിയിട്ടുണ്ട്. ആ കഥയുടെ ആദ്യാവസാനം എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആ കഥയുടെ ആദ്യ ഭാഗമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. കണ്ടർ മേനോൻ അമ്മയെ സമാധാനിപ്പിച്ചു. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. തിരുനെല്ലിയിൽ പോയി അമ്മയ്ക്ക് ഇരിക്കപ്പണ്ടം വെച്ചതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ മാമാങ്ക യുദ്ധഭൂമിയിലേക്ക് ഒരു ചാവേറായി പുറപ്പെടുക. കണ്ടർ മേനോൻ പടിഞ്ഞാട്ടറയിൽ ചെന്ന് ഭരണിയിൽ നിന്ന് എണ്ണയും നെയ്യും എടുത്ത് ശരീരത്ത് നന്നായി തേച്ച് ഒന്ന് കുളിച്ചു. കുളി കഴിഞ്ഞ് നേരെ പോകുന്നത് ഉമ്മറക്കോലായിലേക്കാണ്. അവിടെ അല്പനേരം ഇരുന്ന് താമ്പൂലം ചവച്ചു. അത് ചവച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ അറിയിപ്പെത്തുന്നത്. ഊണ് കാലമായി. വായ നല്ല പോലെ കഴുകിയിട്ടാണ് അദ്ദേഹം ഊണ് കഴിക്കുന്നത്. ഊണ് കഴിച്ചതിന് ശേഷം അദ്ദേഹം ഉള്ളറയിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന വലിയ പെട്ടി തുറന്നു. ആ പെട്ടിക്കുള്ളിൽ നിന്നും 2 പണക്കിഴികളാണ് എടുക്കുന്നത്. ഓരോ പണക്കിഴിയിലും 1000 പണം വീതമുണ്ട്. അതിലെ ആദ്യത്തെ പണക്കിഴി കൊടുക്കാനുള്ളത് തൻ്റെ പെറ്റമ്മയ്ക്കാണ്. പണക്കിഴി പണക്കിഴിയായിട്ട് മാത്രം കൊടുക്കാൻ പാടില്ല. ഇത് ഒരു ദക്ഷിണ കൊടുക്കുന്നത് പോലെ വേണം കൊടുക്കാൻ. ആ പണക്കിഴിയുടെ ഒപ്പം തന്നെ അദ്ദേഹം ഒരു വെറ്റിലയും 1-2 അടയ്ക്കയും വെച്ചു കൊടുത്തു. അതിനുശേഷം അമ്മയുടെ അനുഗ്രഹം വാങ്ങി. മരിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹമാണ് അമ്മ കൊടുക്കുന്നത്. സാധാരണഗതിയിലുള്ള ഒരു മരണമല്ല, 3 ലോകത്തും കീർത്തി അറിയിക്കുന്ന വളരെയധികം ശോഭയേറിയിട്ടുള്ള ഒരു മരണം. ആ ആശീർവാദം ഏറ്റുവാങ്ങിക്കൊണ്ട് മകൻ പടിയിറങ്ങി വെളിയിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനം ബാക്കി അവശേഷിക്കുന്ന 1000 പണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മകനുമായിട്ട് കൊടുക്കുക എന്നതാണ്. പുതുപ്പറമ്പാണ് ഭാര്യ വീട്. ഭാര്യ വീട്ടിൽ എത്തിയ ഉടൻ തന്നെ ഭാര്യയെ മകൻ ഇത്താപ്പുവിനെയും വിളിച്ചു വരുത്തി. ആ 1000 പണം കൊടുക്കുന്നത് മകൻ ഇത്താപ്പുവിൻ്റെ കയ്യിലാണ്.
ഇത്താപ്പുവിൻ്റെ കയ്യിൽ പണം വെച്ചു കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, മകനെ, എൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. വള്ളുവ കോനാതിരിയുടെ ചാവേറായിട്ട് പടവെട്ടി മരിക്കാനുള്ള യാത്രയിലാണ് ഞാൻ. പക്ഷേ ഈ 1000 പണം അത് നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിൽ സഹായപ്രദമാകും. എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ മുൻപ് പലതവണയും പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ചാവേറായിട്ട് മരിക്കുക എന്നതാണ്. അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. നിങ്ങളാരും വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇത്താപ്പുവിന് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ആവശ്യമാണ് പറയാനുണ്ടായിരുന്നത്. അച്ഛനോടൊപ്പം എനിക്കും വരണം, എനിക്കും ചാവേറാകണം. മരിക്കുകയാണെങ്കിൽ അച്ഛനോടൊപ്പം തന്നെ മരിക്കണം. മകനെ ഇത്താപ്പു, നിന്നെ വളർത്തിക്കൊണ്ട് വന്നത് അങ്ങനെ പെട്ടെന്ന് കൊന്നുകളയാൻ വേണ്ടിയല്ല. നിനക്കിനിയും ഒരുപാട് ജീവിതമുണ്ട്, ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചെറുപ്രായമാണ്. നിനക്കും ഒരു അവസരം കിട്ടും. ആ അവസരത്തിൽ മാത്രം നീ ഒരു ചാവേറായാൽ മതി. ഇത്താപ്പു അമ്മയുടെ നേർക്ക് നോക്കി. അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഇത്താപ്പുവിൻ്റെ അതേ ആഗ്രഹം തന്നെയാണ്. ഇത്താപ്പു, നീയും അച്ഛൻ്റെ കൂടെ പോകണം, നീയും ചാവേറാകണം. നിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് തന്നെ നീ മരിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ രണ്ടുപേരും ഒരേ സമയം തന്നെ ധീരന്മാരായി സ്വർഗലോകത്തിലേക്ക് പോകുന്നത് എനിക്ക് കാണണം. അതാണ് എൻ്റെ ജീവിത അഭിലാഷം. അത് പറയുമ്പോൾ ആ അമ്മയുടെ, ആ ഭാര്യയുടെ കണ്ണിൽ ഈറനണിയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ മികച്ച ഒരു ശോഭ അവരുടെ മുഖത്ത് വ്യക്തമായിട്ട് തെളിയുന്നതും നമുക്ക് കാണാം. കാരണം ആർക്കും ലഭിക്കാത്ത ഒരു സൗഭാഗ്യമാണ് തൻ്റെ മകനും ഭർത്താവിനും ഒരേ സമയം ലഭ്യമാകുന്നത്. പലകുറി മകൻ ഇത്താപ്പുവിനെ തിരുത്താനായിട്ട് ആ പിതാവ് ശ്രമിച്ചു. പക്ഷേ എല്ലാം വിഫലമായി മാറുകയായിരുന്നു. ഒടുവിൽ മകൻ്റെയും ഭാര്യയുടെയും ആഗ്രഹമനുസരിച്ച് മകൻ ഇത്താപ്പുവിനെ കൂടി കൊണ്ടുപോകാൻ അദ്ദേഹം തയ്യാറായി. ആദ്യം പോകേണ്ടത് തിരുനെല്ലിയിലേക്കാണ്. ഇത്താപ്പുവിനും ഇരിക്കപ്പിണ്ടം വെക്കണം. കാരണം ഇത്താപ്പുവിൻ്റെ അമ്മയുടെ ഏക മകനാണ്. ആ അമ്മയും 5-6 പെറ്റു. പക്ഷേ അതിൽ 1 മാത്രമാണ് ഇത്താപ്പു. ബാക്കി എല്ലാവരും മരണമടഞ്ഞിരിക്കുന്നു ജനിച്ച സമയത്ത് തന്നെ. ഇത്താപ്പുവിനെയും കൂട്ടി ആ പിതാവ് നേരെ തിരുനെല്ലിയിലേക്ക് പോയി. അവിടെ ഇരിക്കപ്പിണ്ടം വെച്ചു. അതിനുശേഷം ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് ദാനകർമ്മങ്ങൾ നടത്തി. അവർക്കെല്ലാവർക്കും അനുഗ്രഹിക്കാനുണ്ടായിരുന്നു. ആ അനുഗ്രഹം മറ്റൊന്നുമായിരുന്നില്ല, മരണം വരിക്കുക. 3 ലോകത്തും കീർത്തി പതിപ്പിച്ചുകൊണ്ട് മരണം വരിക്കുക. ഈ കർമ്മങ്ങളെല്ലാം നടത്തി തിരികെ വട്ടോളി വീട് അല്ലെങ്കിൽ വട്ടമെന്ന വീട്ടിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും 3 മാസങ്ങൾ പിന്നിട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ആ വട്ടമെന്ന വീട്ടിൽ അധികം നാൾ തുടർന്നു പോകാൻ സാധിക്കുകയില്ല. അവർ രണ്ടുപേരും ഒറ്റയ്ക്കല്ല ഈ പടയ്ക്ക് വേണ്ടി പോകുന്നത്, ചാവേറാകാൻ പോകുന്നത്. അവരോടൊപ്പം മറ്റ് 16 പേര് കൂടിയുണ്ട്. ഇതിൻ്റെ എല്ലാം നേതാവ് കണ്ടർമേനോനാണ്. കണ്ടർമേനോൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള 17 പേരുണ്ടായിരിക്കും. മൊത്തത്തിൽ 18 പേരടങ്ങുന്ന ചാവേർ സംഘം യാത്ര പുറപ്പെട്ടു. ഒരുപാട് ദൂരം നടന്നിട്ടാണ് അവർക്ക് തിരുനാവയിൽ എത്തിച്ചേരേണ്ടത്. അതിനിടയിൽ പല പട്ടണങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. മുസ്ലിംസ് തിങ്ങിപ്പാർക്കുന്ന പട്ടണങ്ങൾ കണ്ടു, ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണങ്ങൾ കണ്ടു. അതിൻ്റെയൊക്കെ ഇടയിലൂടെ യാത്ര ചെയ്ത് ഒടുവിൽ നാളുകൾക്ക് ശേഷം അവർ തിരുനാവായിൽ എത്തിച്ചേർന്നു. അവിടുത്തെ വൈഷ്ണവ ക്ഷേത്രത്തിൽ അവർ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. ആ ദിവസം പൂർണ്ണമായിട്ടും അവർ അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടുത്തെ നിവേദ്യവും ഭക്ഷിച്ച് അവിടെ ഉറക്കമായി. അടുത്ത ദിവസം ചന്ദ്രൻ അസ്തമിക്കുന്നതിനും ഏതാനും നിമിഷങ്ങൾ മുമ്പ് അവർ എഴുന്നേറ്റു. യാത്ര പുറപ്പെട്ടു. അത് വാഗയൂരിലേക്കുള്ള യാത്രയായിരുന്നു. ആ യാത്രാ മധ്യത്തിൽ അവർ ഒരു കൂട്ടം സൈനികരെ കണ്ടു. അവരുടെ ശത്രുക്കളായിട്ടുള്ള സൈനികരാണ്, സാമൂതിരിയുടെ സൈനികർ. അവർ ഇവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശലക്ഷ്യം? നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? ഞങ്ങളുടെ ഉദ്ദേശലക്ഷ്യം വാഗയൂരാണ്. സാമൂതിരിക്ക് താക്കീത് കൊടുക്കണം. രക്ഷാപുരുഷൻ സ്ഥാനത്ത് നിന്നും അദ്ദേഹം മാറണം. ആ സ്ഥാനം അത് അർഹിക്കുന്ന വള്ളുവനാട് കോനാതിരിക്ക് വെച്ചു കൊടുക്കണം. ഇത് കേട്ടപ്പോൾ തന്നെ ആ സൈനിക മേധാവി ഒന്ന് ചൊടിച്ചു. സൈനികർ, കുന്തക്കാർ, അവർ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ചാവേർ പടയും സാമൂതിരിയുടെ സേനയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ തുടക്കഘട്ടത്തിൽ തന്നെ ആളുകൾ തിങ്ങിക്കൂടി. എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു യുദ്ധം കാണാൻ വേണ്ടിയാണ്. ആദ്യം യുദ്ധക്കളത്തിൽ ഇറങ്ങുന്നത് കോണനൂർ ഇടക്കോമനാണ്. ഇടക്കോമൻ വാണം വിട്ടതുപോലെ പോയി 50 കുന്തക്കാരെ വെട്ടി വീഴ്ത്തി. അതിനുശേഷമാണ്
അദ്ദേഹം മരണം വരിക്കുന്നത്. വെള്ളോലി എരയപ്പൻ പോരിനിറങ്ങി കുത്തേറ്റ് മരിച്ചു. അത് കണ്ടവർ അടിമുടിയൊന്ന് ഭയന്നു. അവരുടെ ഭയം മനസ്സിലാക്കിയ കണ്ടർമേനോൻ ഉറഞ്ഞു തുള്ളി. നിങ്ങൾ ആണുങ്ങളല്ലേ, എന്തിന് ചാകാൻ മടിക്കുന്നു? പരാക്രമം കാട്ടി സ്വന്തം മരണം സ്വീകരിക്കുക. പിന്നീട് അങ്ങോട്ട് വമ്പൻ പോരാണ് അരങ്ങേറിയത്. കാഴ്ചക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നു. പിന്തിരിഞ്ഞ് ഓടാൻ ശ്രമിച്ച 10 കുന്തക്കാരെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തി ചാവേറുകൾ. കൊളത്തൂർ ഉണ്ണിനമ്പി 200 പേരെ വെട്ടിക്കൊന്നതിന് ശേഷമാണ് മരണം വരിച്ചത്. അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ കേളുവും ചീരാമനും മരണം വരിച്ചു. ഇത് കണ്ട് ദേഷ്യം പൂണ്ട ഇത്താപ്പു 3 പേരെ വെട്ടിവീഴ്ത്തി. 4-മനെ വെട്ടിവീഴ്ത്തുന്നതിനിടയിലാണ് ആദ്യത്തെ വെട്ട് ഇത്താപ്പുവിന് കിട്ടുന്നത്. ഇത്താപ്പു തളർന്ന് ആ പടനിലത്ത് വീണു. ഇത്താപ്പുവിന് ഊർജ്ജമേകുന്നത് കണ്ടർമേനോനാണ്. കണ്ടർമേനോൻ ഓടിപ്പോയി അവനെ വാരിയെടുത്തു. അവന് ഊർജം പകർന്നു കൊടുത്തു. അവൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് പിന്നെ നിരവധി പേരെ വെട്ടിവീഴ്ത്തി. ഒടുവിൽ ഉണ്ണിരാമൻ ഇത്താപ്പുവിനെ കൊന്നു. ദേഷ്യത്തിൽ കരഞ്ഞുകൊണ്ട് കണ്ടർ ചാടി നിരവധി പേരെ വെട്ടി. വള്ളുവ കോനാതിരിയോട് ചത്തിട്ടു വരാമെന്ന് പറഞ്ഞതാണ്. അത് നിങ്ങൾ തെറ്റിക്കരുത്. തെറ്റിച്ചാൽ കൂടുതൽ കൊല്ലും. ഞങ്ങളെ കൊല്ലും വരെ ഞങ്ങൾ നിങ്ങളെ കൊന്നുകൊണ്ടേയിരിക്കും. ചത്തും കൊന്നുമുള്ള ആഘോഷമാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ടർമേനോൻ്റെ ഈ വീമ്പ് വിളി കേട്ടുകൊണ്ടാണ് ചെറ്റായ പണിക്കർ കളത്തിലിറങ്ങുന്നത്. വളരെ നേരം നീണ്ടു നിന്ന പയറ്റിനൊടുവിൽ പണിക്കർ കണ്ടർമേനോൻ്റെ തുടയിൽ ആഞ്ഞുവെട്ടി. വേദന കാരണം അദ്ദേഹം മുട്ടുകുത്തി നിലത്തേക്ക് വീണു. അയാളുടെ മുകളിലേക്ക് ആഞ്ഞു വെട്ടാനായി പണിക്കർ ചാടിയതും കണ്ടർമേനോൻ അവിടെ നിന്നും ഉയർന്നെഴുന്നേറ്റ് ചാടുന്ന പണിക്കരുടെ കഴുത്തിൽ ആഞ്ഞു ചവിട്ടി. അങ്ങനെ ചവിട്ടി അമർത്തിക്കൊണ്ടാണ് കണ്ടർമേനോൻ നിലം പതിക്കുന്നത്. പക്ഷേ അതിനിടയിൽ എപ്പോഴോ പണിക്കരുടെ വാള് കണ്ടർമേനോൻ്റെ മാറ് പിളർത്തിയിട്ടുണ്ടായിരുന്നു. പണിക്കരും കണ്ടർമേനോനും ഒരേ സമയം തന്നെയാണ് മൃത്യു വരിച്ചത്. ധീരമായിട്ടുള്ള മൃത്യു. ആ സമയത്ത് ദേവന്മാരും ദേവതകളും കണ്ടർമേനോനെ സ്വീകരിക്കാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ കണ്ടർമേനോനെ കോരിയെടുത്ത് 3 ലോകത്തിലേക്കും കൊണ്ടുപോയി. 3 ലോകത്തും കീർത്തി കേട്ട ധീരമായിട്ടുള്ള ഒരു മൃത്യു, ശോഭ നിറഞ്ഞ ഒരു മൃത്യു. വള്ളുവനാട് മാത്രമല്ല ചാവേറുകളെ ഇറക്കിയിട്ടുള്ളത്, കൊച്ചി രാജാവും ചാവേറുകളെ ഇറക്കിയിട്ടുണ്ട്. ഒരു പ്രതികാര നടപടിയായിരുന്നു. 1503 3 കൊച്ചി തമ്പ്രാക്കന്മാരെ ഒരു യുദ്ധത്തിൽ സാമൂതിരിയുടെ സേന കൊന്നുകളഞ്ഞു. അതിൻ്റെ പ്രതികാരം എന്ന വണ്ണമാണ് 2 വർഷങ്ങൾ കഴിഞ്ഞ് 1505 അരങ്ങേറിയ മാമാങ്കത്തിൽ 190 ചാവേറുകളെ ചെങ്ങഴി നമ്പ്യാരുടെ കീഴിൽ ഇറക്കുന്നത്. ചെങ്ങഴി നമ്പ്യാരും കൂട്ടരും യുദ്ധത്തിന് മാമാങ്കത്തിന് ചാവേറുകളായിട്ട് പോകുന്ന സമയത്ത് അവരുടെയൊക്കെ കുടുംബക്കാർ അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു. ആ കരച്ചിലുകളൊക്കെ അവഗണിച്ചുകൊണ്ട് 191 പേരും തിരുനാവായയിലേക്ക് പുറപ്പെട്ടു. ഗോപുരവാതുക്കൽ എത്തിയതിനു ശേഷം യുദ്ധം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി അവർ മേൽമുണ്ട് കത്തിച്ച് മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് കുറേ അധികം നേരം നീണ്ടു നിന്ന ഒരു വലിയ യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൽ 190 പേരും മരണമടഞ്ഞു. അവസാനം അവശേഷിച്ചത് ചെങ്ങഴി നമ്പ്യാർ മാത്രമാണ്. ചെങ്ങഴി നമ്പ്യാർ ഒരു പുളിമരത്തിൻ്റെ പൊത്തിൽ ഒളിച്ചിരുന്നു. സൈനികർക്ക് ആദ്യമൊന്നും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ കൂട്ടത്തിൽ ഒരു സൈനികൻ വിദഗ്ധമായി തന്നെ ഒളിച്ചിരിക്കുന്ന നമ്പ്യാരെ കണ്ടെത്തി. കുന്തക്കാർ കുന്തം കൊണ്ട് ആഞ്ഞ് കുത്തി കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ആ പൊത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്പ്യാർ വെളിയിലേക്ക് ചാടി. അദ്ദേഹം ഒടുവിൽ പിടിക്കപ്പെട്ടു. പിടിക്കപ്പെട്ടപ്പോൾ എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണമെന്നാണ് നമ്പ്യാർ ആവശ്യപ്പെട്ടത്. വെള്ളം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ഒരു ആൽത്തറയിൽ കൊണ്ടുപോയി ഇരുത്തി. അതിനുശേഷം ആരൊക്കെയോ എവിടെ നിന്നോ വെള്ളം കൊണ്ടുവന്നു. ഇത് എവിടെ നിന്നെടുത്ത വെള്ളമെന്നായി അടുത്ത ചോദ്യം. ഈ വെള്ളം പന്നിയൂരിൽ നിന്നും എടുത്തിട്ടുള്ള വെള്ളമാണ്. അത് കേട്ടതും അദ്ദേഹത്തിൻ്റെ കൈത്തണ്ട മുറിച്ച് അതിൽ നിന്നും രക്തം കുടിച്ചു. പന്നിയൂരിലെ വെള്ളം ഇന്നേ വരെ ഞാൻ കുടിച്ചിട്ടില്ല, ഇനി ഒരിക്കലും അത് കുടിക്കുകയുമില്ല. എന്തുകൊണ്ടാണ് പന്നിയൂരിലെ വെള്ളം അദ്ദേഹം കുടിക്കാതെ പോയത്? അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ അനക്ഡോട്ടുണ്ട്. പന്നിയൂർ ഗ്രാമത്തിലെ ബ്രാഹ്മണന്മാർ വർഷങ്ങളായി ശൈവ ഭക്തന്മാരാണ്. അതായത് ശിവനെയാണ് അവർ ആരാധിച്ചു പോകുന്നത്. അതേസമയം ശകപുരം എന്ന ഗ്രാമത്തിലെ ബ്രാഹ്മണർ ആരാധിക്കുന്നത് വിഷ്ണുവിനെയാണ്. അവർ വൈഷ്ണവ ഭക്തരാണ്. 2 കൂട്ടരും തമ്മിൽ വലിയ തർക്കമുണ്ട്. ഇതിലെ പന്നിയൂരിനെ സപ്പോർട്ട് ചെയ്യുന്നത് സാമൂതിരിയാണ്. സാമൂതിരിയുടെ കോഴിക്കോടാണ്.
അതേസമയം ശകപുരത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചി രാജാവ് നേരിട്ടുമാണ്. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും തമ്മിൽ വലിയ ശത്രുതയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പാട്ടിൽ നമ്പ്യാരെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു പരാമർശം ഉണ്ടായത്. പന്നിയൂരുള്ള വെള്ളം കുടിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം രക്തം കുടിച്ച് മരണം വരിക്കുന്നതാണ്. മരണമടഞ്ഞ ഈ 191 ചാവേറുകൾക്കും കൊച്ചി രാജാവ് എന്തെങ്കിലും കൊടുത്തോ എന്ന് അറിയില്ല. പക്ഷേ എന്തെങ്കിലും കൊടുക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. വള്ളുവ കോനാതിരി കൊടുത്തതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. ഓരോ ചാവേറുകളും മരണമടയുമ്പോൾ അവരുടെ കുടുംബത്തിന് സ്ഥലം കൊടുക്കുന്നതാണ്. ആ സ്ഥലത്ത് വിളവെടുക്കുന്നതെല്ലാം ആ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ മാമാങ്കം ഏതാണെന്നുള്ളതിൽ ഒരു വലിയ തർക്കം തന്നെ ഉണ്ടായിരുന്നു. വില്യം ലോഗനും KP പത്മനാഭ മേനോനും PKS രാജയും പറയുന്നത് 1743 ഏറ്റവും അവസാനത്തെ മാമാങ്കം അരങ്ങേറിയതെന്നാണ്. പക്ഷേ KV കൃഷ്ണ അയ്യർ അദ്ദേഹത്തിൻ്റെ ദ സമ്മറിൻ ഓഫ് കാലിക്കറ്റ് എന്ന പുസ്തകത്തിൽ 1755 എന്ന് എഴുതി വെച്ചു. ആദ്യം പറഞ്ഞ അഭിപ്രായം രാജ തിരുത്തി 1766 അവസാനത്തെ മാമാങ്കം നടന്നതെന്ന് അഭിപ്രായപ്പെട്ടു. അത് തെറ്റാണെന്ന് പറഞ്ഞത് ഇലംകുളം കുഞ്ഞൻപിള്ളയാണ്. അദ്ദേഹം പറയുന്നത് 1766 ഒരിക്കലും മാമാങ്കം നടന്നിട്ടില്ല. അതിനു വേണ്ട തുടക്കങ്ങളൊക്കെ കുറിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ അത് നടക്കാൻ സാധിക്കുകയില്ലായിരുന്നു. കാരണം ഇതേ വർഷമാണ് ടിപ്പു സുൽത്താൻ ഈ പ്രദേശം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. മാമാങ്കം നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ മാസം വെച്ച് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ മാമാങ്കം നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ മാമാങ്കം നടക്കേണ്ടത് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ്. പക്ഷേ ടിപ്പു സുൽത്താൻ ഈ പ്രദേശം ആക്രമിക്കുന്നത് ഒക്ടോബർ മാസത്തിലുമായിരുന്നു. എന്നാൽ പിന്നീട് ചില ചരിത്രകാരന്മാർ അത് തിരുത്തി 1755 തന്നെയാണ് അവസാനത്തെ മാമാങ്കം നടന്നതെന്ന് കണ്ടെത്തി. 1766 നടന്നിട്ടുണ്ട്, പക്ഷേ അത് മാമാങ്കമായിരുന്നില്ല, മിനി മാമാങ്കമായ തൈപ്പൂയമായിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് ഒരിക്കലും മാമാങ്കം നടക്കാതെ പോയത്? അധിനിവേശമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. 1766 മുതൽ 1792 വരെയുള്ള കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താനാണ് ഈ പ്രദേശം അടക്കി ഭരിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ മാമാങ്കം നടന്നില്ല. അദ്ദേഹത്തിന് ശേഷം പിന്നീട് ആ പ്രദേശം ഭരിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാരും മാമാങ്കം നടത്തുന്നതിനോട് ഒട്ടും തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം കാണിച്ചവരല്ല. മാത്രമല്ല അപ്പോഴേക്കും ഒരു തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അടുത്ത തലമുറയ്ക്ക് മാമാങ്കം എന്ന് പറയുന്നത് വെറും കേട്ടുകേൾവി മാത്രമായിരുന്നു. മാമാങ്കത്തിൽ മുസ്ലിംസിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. വെടിമരുന്ന് നടപ്പിലാക്കിയിരുന്നത് മുസ്ലിംസാണ്. കൂടാതെ വാദ്യമേളങ്ങളിലും അവർക്ക് സ്ഥാനമുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പ്രത്യുപകാരമായിട്ട് അവർക്ക് കൃത്യമായിട്ട് പണം ലഭ്യമാക്കാനും സാമൂതിരി ശ്രമിക്കുന്നുണ്ടായിരുന്നു. മാമാങ്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കിണറാണ് മണിക്കിണർ. മണിക്കിണർ ഇന്നുമുണ്ട്. മണിക്കിണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിത്ത് അനുസരിച്ച് ചാവേറുകളെ ഈ മണിക്കിണറിലിട്ട് ആനകളെ കൊണ്ട് ചവിട്ടിക്കുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു തെളിവുകളും നമുക്ക് ലഭ്യമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും ഒരുപാട് അസ്ഥി പഞ്ജരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതായിരുന്നു. മാത്രമല്ല വേറെ ഒരു ചരിത്ര രേഖകളിലും അത്തരത്തിലുള്ള ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മണിക്കിണറിനെ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു വലിയ കിണറായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇന്നും മാമാങ്കത്തിൻ്റെ അവശേഷിപ്പായിട്ട് തുടരുന്ന നിലപാട് തറയുണ്ട്. നിലപാട് തറയിലാണ് സാമൂതിരി രക്ഷാപുരുഷനായിട്ട് നിൽക്കുക. ഈ നിലപാട് തറ ഇന്ന് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഭാഗമാണ്. മാമാങ്കം എന്ന പുസ്തകം രചിച്ച VV ഹരിദാസ് ഈ പ്രദേശം സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ആ പ്രദേശം ഒട്ടും തന്നെ പരിപാലിക്കുന്നില്ല. അത് ഇന്ന് മാടുകൾ നിറഞ്ഞിട്ടുള്ള ഒരു തൊഴുത്ത് മാത്രമാണ്. മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ആ പ്രദേശമൊക്കെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന പ്രദേശങ്ങളായിട്ട് തന്നെ തുടർന്നു പോയേനെ. അത് വലിയൊരു ടൂറിസ്റ്റ് സെൻ്ററായിട്ട് മാറിയേനെ. പക്ഷേ നമ്മുടെ നാട്ടിലായതുകൊണ്ട് അത് ഇപ്പോഴും ഒരു കാലിത്തൊഴുത്ത് പോലെ അന്യായപ്പെട്ട് കിടക്കുകയാണ്. 28 ദിവസങ്ങളാണ് മാമാങ്കം അരങ്ങേറുന്നത്. അതിൻ്റെ 27ാം ദിവസം അതിമനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഭാരതപ്പുഴയിൽ കാണാൻ സാധിക്കും. കപ്പൽ കലഹമാണ്. 6 ചെറിയ കപ്പലുകളും ഒരു വലിയ കപ്പലും നടത്തുന്ന നാവിക അഭ്യാസമാണ് കപ്പൽ കലഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുസ്ലിംസാണ് ഈ നാവിക അഭ്യാസങ്ങളൊക്കെ തന്നെയും നടത്തുന്നത്. കൂടാതെ ഇതേ മുസ്ലിംസ് തന്നെ ആ കപ്പലിൻ്റെ ഉള്ളിൽ കമ്പക്കെട്ട് പ്രയോഗവും നടത്തുന്നുണ്ട്. ഓരോ കപ്പലിനുമുള്ള ചെലവ് 308 പണമാണ്.
കൂടാതെ ഈ അഭ്യാസങ്ങളൊക്കെ നടത്തുന്ന മുസ്ലിംസിന് പണം കൊടുക്കണം, കമ്പക്കെട്ടിൻ്റേതായിട്ടുള്ള ചിലവുണ്ട്. ആ തുകയെല്ലാം കൂട്ടുമ്പോൾ 1239 പണം എന്നുള്ള ഒരു സംഖ്യ നമുക്ക് ലഭ്യമാകും. മാമാങ്കത്തിൻ്റെ ചരിത്രം അത് വളരെ വലിയ ചരിത്രമാണ്. ഓരോ ദിവസവും നടത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യവും ഉണ്ടായിരുന്നു. അടുത്ത 12 വർഷം കഴിയുമ്പോൾ വീണ്ടും മാമാങ്കം ആവർത്തിക്കണം. അത് ആവർത്തിക്കുന്നത് മുൻപ് നടത്തിയിട്ടുള്ള അതേ ചടങ്ങുകളോടുകൂടി തന്നെ ആയിരിക്കണം. ഓരോ ദിവസവും നടക്കുന്ന ഈ നടപടിക്രമങ്ങളിൽ അവിടെ അരങ്ങേറുന്ന ചാവേർ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശവുമില്ല. അവിടെ നടക്കുന്ന വ്യാപാരങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല. അവിടെ എന്തൊക്കെയാണ് വിൽക്കുന്നത്, ആരൊക്കെയാണ് വാങ്ങിക്കാൻ വരുന്നത്, അവിടെ നടക്കുന്ന മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള ഒരു കാര്യവുമില്ല. ചടങ്ങുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിലൊക്കെ പറയപ്പെടുന്നത്. അധികം ആളുകൾക്കും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ടാണ് ആ കാര്യം ഇതിൽ ഉൾപ്പെടുത്തി ഈ വീഡിയോയുടെ ദൈർഘ്യം കുറച്ചുകൂടെ നീട്ടിക്കൊണ്ട് പോകാത്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെയും ഞാൻ വായിച്ചു നോക്കുന്നതാണ്. വലിയ മോട്ടിവേഷനാണ് ഈ കമൻറ്റുകൾ എനിക്ക് പകർന്ന് നൽകുന്നത്. അതുകൊണ്ട് മടി കൂടാതെ എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റെഫറൻസുകളൊക്കെ തന്നെയും ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും പരിശോധിക്കാം. കൂടാതെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് IQ ഡെവലപ്മെൻറ്റ് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ നേരിട്ട് എന്നോട് ചോദിക്കാം. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പരിശോധിക്കുക.